നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പോവാ. ആത്മാവേ വാ, ആത്മാവേ വാ. നീ എന്താ ആളെ കളിയാക്കോ? അയ്യോ, നമ്മൾ എന്ത് കളിയാക്കാന്? ഒരു പാട്ട് പാടിയല്ലേ? നിന്റെ ആട്ടവും പാട്ടവും ഒന്നും എന്റെ അടുത്ത് വേണ്ട. എന്താ ശരത്തേട്ടാ? സുധി സാറിന്റെ അസ്ഥിത്തറ കത്തിച്ച വിളക്ക് പെട്ടെന്ന് കെട്ടു. അതെന്താ ഞാൻ ചോദിക്കുമായിരുന്നു. ആത്മാവിന് സത്യം ഉണ്ടെന്ന് പറയുന്നത് ശരിയാ. ഇഷ്ടമില്ലാത്തവർ തെളിയിക്കുന്ന ദീപം അവര് ഊതിക്കെടുത്തും. കഴിക്കടാ, കഴിക്ക്. ഒരു പണിയെ പറ്റി പറയാനുള്ളത്. അത് പിന്നെ അണ്ണൻ കുപ്പിയും കോഴിക്കാലും മേടിച്ചു തന്നപ്പോഴേ നമുക്ക് അറിയാലോ. പറയണ്ട, എന്നതാ പണി? ആരെയാ ഡ്രില്ല് ചെയ്യേണ്ടത്? പറഞ്ഞോ. എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ചു ദിവസമായി കൈ തരിക്കുന്നു. നിന്റെ കൈയുടെ തരിപ്പൊക്കെ നമുക്ക് മാറ്റാം. ഒരു കല്ലറ പൊളിക്കണം. കല്ലറയോ? ഏത് സെമിത്തേരിന്ന്? അണ്ണനിപ്പോ അസ്ഥികൂടത്തിന്റെ കച്ചവടം തുടങ്ങിയോ? ആ കല്ലറ അല്ലടാ, നമ്മുടെ ദേവികയുടെ വീട്ടില്, അല്ലെങ്കിൽ ആ സൂതിയുടെ വീട്ടിൽ. അവിടെ അയാളുടെ ഒരു അസ്ഥിത്തറയുണ്ട്, ഒരു ശവകുടീരം വീടിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുവോ. സത്യത്തില് കാലം കോഴി കൂമ്പോ വീട്ടിൽ ചെന്ന് കയറുന്ന ആളാ ഞാൻ. പക്ഷേ ഈ പ്രേതകുടീരം ചെറിയ രീതിയിൽ എന്നെ പേടിപ്പിക്കുന്നുണ്ട്. അണ്ണന് പേടിയോ? അണ്ണനെ കണ്ട ഏത് പ്രേതം പേടിച്ചോടുവല്ലോ. അതല്ലടാ, അത് തകരുന്ന അവളുടെ മനസ്സാ. പതിപോലെ രാവിലെ വിളക്കെത്തിക്കാൻ അവള് വരുമ്പോ അത് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് കാണണം. മനസ്സിലായോ? അണ്ണൻ കാര്യമായിട്ട് പറയണോ? പിന്നെ തമാശ പറയാനോ നിന്നെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അല്ല, ഒരു രാത്രി പണിയെടുക്കാൻ പോയതിന്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ. അന്ന് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അണ്ണനീ പറഞ്ഞ ശവക്കല്ലറയുടെ അടുത്തെത്തിയപ്പോ വേറൊരുത്തൻ ഞങ്ങളെ അവിടെ നിന്ന് അടിച്ചു പറപ്പിച്ചു. ഇനി ചെന്നാൽ ഇനിയും ചെന്ന ഒരു ചുക്കുമില്ല. നിനക്കൊക്കെ ധൈര്യമില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ വെക്കാം. ആ പിന്നെ നീ ഒന്നും എന്റെ ടീമിലുണ്ടാവില്ല. അയ്യോ അണ്ണ, നമുക്ക് ധൈര്യക്കുറവൊന്നുമില്ല. ഞങ്ങൾ 4 കമ്പിയോടെ വെച്ച് ചെല്ലുന്നു, അടിച്ചു പൊട്ടിക്കുന്നു, വേഗം പോരുന്നു. എന്ന് വേണോ എപ്പോ വേണോന്ന് അണ്ണൻ പറഞ്ഞാ മതി. ഞാൻ പറയാം, അനുകൂലമായ ഒരു സമയം ഞാൻ പറയാം. പാതിരാത്രിക്ക് പോകുമ്പോഴല്ലയോ നിനക്കൊക്കെ പ്രേതത്തെ പേടി. പട്ടാ പകൽ അടിച്ചു പൊളിക്കാനുള്ള സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കി തരാം. തൽക്കാലം നിങ്ങൾ കഴിക്കേ. സുധി, നിന്റെ അസ്ഥിത്തറ ഇതുപോലൊടയും. തേച്ചു കഴിഞ്ഞു, തേപ്പ് കാരി. ഞാൻ തേപ്പുകാരിയൊന്നും അല്ല. എനിക്ക് എന്നും ഇങ്ങനെ എന്റെ സുധിയേട്ടന്റെ കുട്ടിക്കുപ്പായം ഇങ്ങനെ ഇസ്തിരി ഇടണം, പിന്നെ ജോലിക്കും പറഞ്ഞു വിടണം. കുട്ടിക്കുപ്പായോ? നീ എന്റെ കുട്ടിയല്ലട കുട്ടി. സുധിയേട്ട ആരില് കാണട്ടോ.
വിടരുന്ന മലരെ കാറ്റോട് പോലും മിണ്ടാത്തതെന്തേ മോഹങ്ങളെല്ലാം തൂമഞ്ഞു പോലെ മായുന്ന നേരം തളരുന്നുവോ കണ്ണീരിലെന്നും നനയും നിൻ മനസ്സ് തിരിനീട്ടി വീണ്ടും തുടരുമി തപസ് കാണാനിലാവിൽ വിടരുന്ന മലരെ കാറ്റോട് പോലും മിണ്ടാത്തതെന്തേ അണി ഞാൻ വീട്ടിലെത്തി ഞാൻ പിന്നെ വിളിക്കാം ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ശരി ശോ ഈ കാമുകിമാരെ കൊണ്ടങ്ങ് തോറ്റു ഇതാ സുന്ദരനായുള്ള കുഴപ്പം അല്ല ഞാൻ ഇനി ആന്റി ഗ്ലാമർ ക്രീം പുരട്ടേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയില്ല കാത്തുരക്ഷിച്ചോണേ എന്റെ കണ്ടോൾ കുന്നിൽ ഭഗവതീ അവന്റെ ഒരു കുഴിമാട